വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള മൂവിയാണ് പൈങ്കിളി. ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്ന് നിർമ്മിച്ച് ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് ചെയ്ത് ശ്രീജിത്ത് ബാബു ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. അനശ്വര രാജൻ, സജിൻ ഗോപു രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള പൈങ്കിളിത്തരങ്ങൾ കാര്യങ്ങളൊന്നും ഈ മൂവിക്കകത്ത് കാണിക്കുന്നില്ല. പ്രണയമുണ്ട്, പച്ചയായ മനുഷ്യർക്കിടയിലെ വളരെ സ്വാഭാവികമായ പ്രണയമൊക്കെ കാണിക്കുന്നുണ്ട്. കുറെ കോമഡി ട്രാക്കൊക്കെ പിടിച്ച് കുറെ കോമഡിക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് കഥ പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഓഫ് സാധനമൊന്നും ഈ മൂവിക്കകത്തില്ല. പിന്നെ എനിക്ക് തോന്നിയത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അത്രയും ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ, ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരേക്കും കുറെ നന്നായിട്ട് അവർക്കും പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ കുറേ ഭാഗങ്ങളിൽ വൻ വെറുപ്പിക്കലായിരുന്നു. വെറുപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും വെറുതെ അനാവശ്യമായിട്ട് സീനുകൾ ക്രിയേറ്റ് ചെയ്ത് വലിച്ചു നീട്ടി പ്രേക്ഷകരെ ഇങ്ങനെ മടുപ്പിക്കുന്ന അവസ്ഥ ഇതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് ആ സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് യുവാക്കളുടെ കഥ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ പല പല ഏരിയകളിലേക്ക് കഥ എത്തും. ഇതിൽ നായകന്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുമായിട്ട് കാണിച്ച് പല സിറ്റുവേഷൻസിലും വലിച്ചു നീട്ടി. അപ്പൊ അതിൽ പ്രത്യേകം എനിക്ക് തോന്നി ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൻ വെറുപ്പിക്കൽ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ക്യാരക്ടേഴ്സിലൊക്കെ നോക്കുന്ന സമയത്ത് പലരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പെൺകുട്ടിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് അതേസമയം തന്നെ ഒരു യുവാവിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് പോകുന്ന കഥയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ലോജിക്കൽ ഇഷ്യൂസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നായികയായിട്ടുള്ള ഷീബ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്, ആരെങ്കിലും കല്യാണം കഴിച്ച് ആരുടെയെങ്കിലും തലയിലായിട്ട് അങ്ങനെ ആ വഴി പോയിട്ട് ലക്ഷ്യം നിറവേറ്റുക എന്നുള്ള രീതിയിൽ പലരെയും കല്യാണം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പലരുടെയും കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അതായത് വഴിയെ പോകുന്നവർ കൂടെയൊക്കെ ഈ പെൺകുട്ടി ഒളിച്ചോടാൻ തയ്യാറാണ്. അപ്പൊ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതും ഈ കുട്ടി സ്വന്തം കല്യാണം മുടക്കിയിട്ടാണ് ഈ ഒളിച്ചോടാനൊക്കെ തയ്യാറാവുന്നത് ഓരോ തവണയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നുണ്ട്. അറിയാത്ത ആൾക്കാരുടെ കൂടെ ഒളിച്ചോടാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അതെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നാൽ ഉറപ്പായിട്ട് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്ന ആൾക്കാരോട് അവളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ അവൾക്ക് കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയല്ലോ. അവളുടെ വീട്ടുകാർ എന്തായാലും ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവൾക്ക് ഓക്കെ ആവുന്ന ഒരാൾ വരുവാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഈ പെൺകുട്ടി എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ വഴിയെ പോകുന്നവരെ ഒക്കെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നു, ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ അതേസമയം നമ്മുടെ നായകനായിട്ടുള്ള സജിൻ ഗോപു ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ വരുന്ന സമയത്ത് എന്തിനാണ് ആ ക്യാരക്ടറിന്റെ കൂടെ മാത്രം പ്രണയമാണെങ്കിലും കല്യാണമാണെങ്കിലും ഒക്കെ അതൊക്കെ ഒഴിവാക്കി വിടുന്നത്? ആരുടെ കൂടി ഓക്കെ ആ കുട്ടി തയ്യാറായെങ്കിൽ ഇയാളെ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒഴിവാക്കി ഓരോ തവണ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സോ ഇത്തരം കുറച്ച് സംഭവങ്ങളിലെ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ കഥയിലും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിലും എനിക്ക് അത്ര ഓക്കെ ആയിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ സിനിമയിൽ നമ്മുടെ സജിൻ ഗോപു ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളിയാണ് ഇതിൽ പൈങ്കിളി സാഹിത്യമൊക്കെ എഴുതി നടക്കുന്ന ഒരു യുവാവ്. പെണ്ണ് കിട്ടുന്നില്ല, പ്രണയിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പൈങ്കിളി സാഹിത്യം ഫേസ്ബുക്കിലൊക്കെ കുറിച്ച് വെക്കുന്ന ഒരു യുവാവാണ്, ഒരു കഥാപാത്രമാണ്. സജിൻ ഗോപു നല്ല രീതിക്ക് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പല സമയത്തും ഞാൻ മുൻപ് ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, കലാഭവൻ മണിയായിട്ട് നല്ല സാമ്യം തോന്നും പുള്ളിയുടെ പെർഫോമൻസും ലുക്കൊക്കെ. അപ്പൊ ഇതിനകത്തും ഈ സജിൻ ഗോപു ചെയ്യുന്ന സുഖു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടപ്പോൾ അതേപോലെ നമുക്ക് തോന്നുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നാട്ടും പുറത്തുകാരനായിട്ട് നമ്മുടെയൊക്കെ തൊട്ട് അയൽപ്പക്കത്തുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിയുമ്പോൾ, ആ പെർഫോമൻസ് കാണുമ്പോൾ. അനശ്വര രാജന്റെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി കുറച്ച് വിയോജിപ്പുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതായത് ഒരു നായിക എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാലങ്ങളായിട്ട് അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് കുറച്ച് മടുപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള മൂവി ഉണ്ടായിരുന്നു അർജുൻ അശോകനൊക്കെ കൂടെ. ആ മൂവിയിലാണെങ്കിൽ പോലും എനിക്ക് വളരെ ബോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്താണെങ്കിലും കുറച്ചൊക്കെ പലയിടത്തും എനിക്ക് കുറച്ച് ഓവർ അല്ലേ എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ടില്ല ആ ഒരു ഇവരുടെ ആക്ടിങ് എന്ന് പറയുന്ന സംഭവം. എന്നാൽ ചില ഭാഗങ്ങളിൽ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനശ്വര എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് പേഴ്സണലി എനിക്ക് ഈ പറയുന്നത് പോലെ എല്ലാവരും പറയുന്നത് പോലെ ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സിനിമയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട രണ്ടാളുകളുണ്ട്. ഒന്ന് അബു സലീം, ഒന്ന് റിയാസ് ഖാൻ. അബു സലീം നമ്മുടെ പണ്ടത്തെ ആ ഒരു ഗുണ്ട സെറ്റപ്പ് ആണെങ്കിലും വില്ലൻ സെറ്റപ്പാണ് അതൊക്കെ മാറിയിട്ട് ഭയങ്കരമായിട്ട് പുള്ളി ചുമ്മാ ഡയലോഗ് പറഞ്ഞാലും കോമഡി എന്നുള്ള രീതിയിലേക്കൊക്കെ കോമഡി ട്രാക്ക് പിടിച്ചത് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. പുള്ളിയുടെ അച്ഛൻ കഥാപാത്രം അത് അടിപൊളിയായിട്ട് പുള്ളി ഡയലോഗ് ചുമ്മാ പറഞ്ഞ പോലും നമ്മൾ ചിരിച്ചു പോകുന്ന രീതിയിലേക്ക് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസ് ഖാൻ കുറച്ച് സമയമുള്ളെങ്കിൽ പോലും ഒരു ഗുണ്ട ഇമേജ് ഒക്കെ കാണിക്കുമ്പോൾ പോലും കോമഡി നന്നായിട്ട് പുള്ളിയിലും വർക്കായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചന്തു സലിംകുമാറാണ്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരയ്ക്കും ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രം കൊടുത്തുകൊണ്ട് അഭിനയിക്കാൻ കഴിയുന്ന ചുരുക്കം
ബെസ്റ്റിലെ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ചന്തു സലിംകുമാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതേപോലെ എനിക്ക് തോന്നുന്നു ഷീലു അബ്രഹാം, അങ്ങനെ നിമിഷ സാജൻ, ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ഇതേ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. അതിലൊരാളാണ് ചന്തു സലിംകുമാർ. ഒരൊറ്റ എക്സ്പ്രഷൻ വെച്ചാണ് പുള്ളി സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരേക്കും പോയിട്ടുള്ളത്. ഏറ്റവും നല്ല അഭിനയവും ഏറ്റവും നല്ല ക്യാരക്ടറും എനിക്ക് തോന്നിയ ഒരാളാണ് ജിസ്മ വിമൽ. ഈ സിനിമയിലെ ജിസ്മയുടെ ക്യാരക്ടർ, ജിസ്മയ്ക്ക് എത്രമാത്രം സുഖുവിനെ ഇഷ്ടമാണെന്നുള്ളത് ജിസ്മയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പോലും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ചുമ്മാ ഫേസിലെ എക്സ്പ്രഷൻ അല്ല, ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ അതിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളത്. ഈ ജിസ്മയുടെ പെർഫോമൻസ് കാരണം ഒരു പരിധി കഴിയുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകും സുഖു ഈ ജിസ്മ ചെയ്യുന്ന ക്യാരക്ടറിനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളൊരാളെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനെ എത്ര കണ്ട് നമ്മളത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതിരിക്കുക, മനസ്സിലാക്കില്ല എന്നുള്ള പിടിവാശിയോടെ നിൽക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ജിസ്മ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ റോഷൻ ഷാനവാസ് ചെയ്തിട്ടുള്ള പാച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സുഗു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കൂടെ ഫുൾ ടൈം ഉള്ള പുള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്കകത്ത് ജസ്റ്റിൻ വർഗീസ് ആണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള സംഗീതമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ അർജുൻ സേതുവിന്റെ സിനിമാറ്റോഗ്രഫിയും കിരൺ ദാസിന്റെ എഡിറ്റിങ്ങും ഈ ഒരു മൂവി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നല്ല വർക്കാണ്. എനിക്ക് ആകെ ഇപ്പോഴും പറയുന്ന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളതും വെറുപ്പിക്കലായി തോന്നിയിട്ടുള്ളതും സ്ക്രിപ്റ്റ് ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്ന സ്ക്രിപ്റ്റ് ആണ്. അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി വെറുപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാകപ്പിഴ എന്ന് പറയുന്നത്.